ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ അതാ മെഷീൻമേലാണ് കേട്ടോ. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇടാനുള്ള നെയ്റ്റുകളൊക്കെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. നിങ്ങൾക്കറിയാത്ത പല കഴിവുകളും എനിക്കുണ്ട്. ഞാനത് ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചതാണ്. ഞാൻ പോയി പഠിച്ചതൊക്കെയാണ് കേട്ടോ തയ്യൽ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നെയ്റ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്, എത്ര വലിപ്പം കുറയ്ക്കണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആകെ അലമ്പായിരുന്നു കേട്ടോ. ഡെനിഹാൾ അല്ലെങ്കിൽ അലമ്പാണ്, അതിന് കൂടെ ഞാനും കൂടി അലമ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പിന്നെ ബാഗിലൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടോ, അടിച്ചതൊക്കെ. പിന്നെ നമ്മൾ ഇന്ന് അനിയത്തി ഉണ്ടായത് കൊണ്ട് ഞാൻ ഇന്ന് അടിച്ചു വരാൻ മാത്രം മതി, പിന്നെ തുടക്കലൊക്കെ ഉള്ളു നോക്കിക്കോളാം. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടോ. അതിന് ശേഷം ഞാൻ മുടിയിലൊക്കെ ഒന്ന് കുറച്ച് എണ്ണ പുരട്ടി മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മുടിയൊക്കെ വാർന്ന് കെട്ടിയതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ ഭയങ്കര പൂതി. ഇവിടെ പൊതുവേ കട്ടൻ ചായ ആണ് കേട്ടോ ഉണ്ടാക്കാറ്. പാൽ ചായ ഒന്നും അധികം കുടിക്കാറില്ല. പിന്നെ ഇവിടുന്ന് അവിടേക്ക് പോയപ്പോഴാണ് എൻ്റെ ഈ പാൽ ചായൻ്റെ ഇത് ശീലം വന്നത് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇന്നലെ പാൽ കൊണ്ടുവന്നിരുന്നു. അത് നമ്മൾ തൂക്കുപാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അത് നമ്മൾ ചായ കാച്ചാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് ശരിക്കും നല്ല ഫ്രഷ് പാലൊക്കെ കിട്ടുക കേട്ടോ. അതുകൊണ്ട് കുറച്ച് എനിക്ക് മാത്രമാണ് ഞാൻ കാച്ചിക്കുള്ളൂ. ഇവിടെ ഒന്നും അധികം ആരും കുടിക്കൂല. അങ്ങനെ ഞാൻ പാൽ ചായ അങ്ങനെ പാൽ ചായ നേരെ ഹോർലിക്സിലോട്ട് മാറ്റിയിട്ടോ. ഞാൻ അങ്ങനെ ചായ മാത്രമായിട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കടി വേണ്ട. അപ്പോൾ കടിയില്ല, അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഒരു വെറൈറ്റിക്ക് ഹോർലിക്സ് ആക്കി. അങ്ങനെ അത് കുടിച്ചിട്ട് വേണം ഇനി പണി തുടങ്ങാൻ. അങ്ങനെ അതിതാ കുടിക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം, കിച്ചനൊക്കെ ക്ലീൻ ചെയ്യണം. അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. ഇപ്പോൾ എത്ര മന്തായി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പം 9 മന്ത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് അനിയത്തിയും മോനും കസിൻസ് എല്ലാവരും കൂടി പോയിട്ട് ചാമ്പക്ക പറിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അത് ക്ലീനാക്കലും അത് പിന്നെ മുറിച്ചിട്ട് മസാല തേക്കലൊക്കെ ആയിരുന്നു കേട്ടോ പണി. അപ്പോൾ നല്ലോണം ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിന്നാൻ ഭയങ്കര പൂതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ തിന്നിയില്ല. ഈ ചാമ്പക്ക തന്നെ കിട്ടുന്നതിൻ്റെ ഇവിടേക്ക് വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് തന്നെ എടുത്തപ്പോൾ എരിവ് നല്ലോണം കയറി. പിന്നെ ഞാനത് അവിടെ ഒഴിവാക്കിയിട്ട് എൻ്റെ പാട്ടിന് പോയിട്ടോ. കാരണം ഇപ്പം എന്താണെന്നറിയില്ല, എരിവ് ഭയങ്കര കയറലാണ്. അപ്പോൾ തരിപ്പിൽ പോവും. അപ്പോൾ ഇവരൊക്കെ അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. ഞാൻ വേഗം വന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് സാമ്പാറാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് മുറിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. പുറകിൽ അനിയത്തി നമ്മളെ വളപ്പിലുണ്ടായ കോളിഫ്ലവറും കൊണ്ട് ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സാമ്പാറും അവൾ ഗോബി മഞ്ചൂരിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ മുറിച്ച് കഷ്ണങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്.